തുളസിച്ചെടിക്ക് അതീവ പ്രാധാന്യവും പവിത്രതയുമുണ്ട്. സസ്യങ്ങളിലെ രാജ്ഞി എന്നാണ് തുളസി അറിയപ്പെടുന്നത്. തുളസിയെ വെറും ഒരു ചെടിയായി മാത്രമല്ല, ഒരു ദേവതയായി തന്നെയാണ് കണക്കാക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ അവതാരമായാണ് തുളസിയെ എപ്പോഴും കാണുന്നത്. മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട സസ്യമാണ് തുളസി എന്ന് വിശ്വസിക്കപ്പെടുന്നു. വിഷ്ണുപ്രിയ. തുളസിയെ വിഷ്ണുപ്രിയ എന്നാണ് വിളിക്കുന്നത്. വിഷ്ണുവിന് സമർപ്പിക്കുന്ന വഴിപാടുകളിൽ തുളസിക്ക് വളരെ വലിയ സ്ഥാനമുണ്ട്. തുളസി ഇല്ലാത്ത പൂജ അപൂർണമാണെന്ന് കരുതപ്പെടുന്നു. വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാനും തുളസി വളരെ പ്രിയങ്കരമാണ്. തുളസി സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ തുളസി ചെടി വീടിൻ്റെ മുറ്റത്ത് വയ്ക്കുന്നത് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. തുളസിക്ക് ചുറ്റും ഒരു പുണ്യമായ അന്തരീക്ഷം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. തുളസി നിൽക്കുന്നിടത്ത് നെഗറ്റീവ് ഊർജം ഇല്ലാതാകുകയും പോസിറ്റീവ് ഊർജം നിറയുകയും ചെയ്യുമെന്ന് കരുതപ്പെടുന്നു. തുളസിക്ക് പാപങ്ങളെ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. തുളസിയില ചവയ്ക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുമെന്നും മോക്ഷം ലഭിക്കാൻ സഹായിക്കുമെന്നും വിശ്വാസമുണ്ട്. ആയുർവേദത്തിൽ തുളസിക്ക് വലിയ സ്ഥാനമുണ്ട്. നിരവധി ഔഷധ ഗുണങ്ങൾ തുളസിക്കുണ്ട്. ജലദോഷം, ചുമ, പനി, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയ പല അസുഖങ്ങൾക്കും തുളസി ഉപയോഗിക്കുന്നു. ഇത് ദേവിയുടെ അനുഗ്രഹം മൂലമാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു. വാസ്തുപരമായി പ്രാധാന്യം. വീടിൻ്റെ കിഴക്ക് ദിശയിലോ വടക്ക് ദിശയിലോ തുളസി നടുന്നത് നല്ലതാണെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇത് വീട്ടിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരും. തുളസി വിവാഹം. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിനത്തിൽ തുളസിയെ മഹാവിഷ്ണുവുമായി വിവാഹം കഴിക്കുന്ന തുളസി വിവാഹം എന്ന ചടങ്ങ് ഭക്തിയോടെ ആഘോഷിക്കപ്പെടുന്നു. ഇത് ഒരുപാട് പുണ്യമായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ ദിവസവും രാവിലെ കുളിച്ച് തുളസി ചെടിയെ 3 തവണ പ്രദക്ഷിണം ചെയ്യുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു. ഇത് രോഗങ്ങളെ അകറ്റുമെന്നും ആഗ്രഹങ്ങൾ സഫലമാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. വിഷ്ണു ക്ഷേത്രങ്ങളിൽ തുളസിമാലകളും തുളസി ഇലകളും വഴിപാടായി സമർപ്പിക്കുന്നത് പതിവാണ്. മരണാനന്തര ചടങ്ങുകളിൽ തുളസിയില ഉപയോഗിക്കുന്നത് ആത്മാവിന് മോക്ഷം ലഭിക്കാൻ സഹായിക്കുമെന്നും വിശ്വാസമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തുളസി വെറും ഒരു ചെടിയല്ല, ഹൈന്ദവ വിശ്വാസികളുടെ ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു ദിവ്യ സസ്യവും ദേവതയും കൂടിയാണ് തുളസി. ഭക്തി, ശുദ്ധി, ആരോഗ്യം, ഐശ്വര്യം എന്നിവയുടെ പ്രതീകമായാണ് തുളസിയെ കണക്കാക്കുന്നത്.